രാഹുൽ ഗാന്ധിയുടെ വിദേശ യാത്രകളിലെ ദുരൂഹത ചോദ്യം ചെയ്ത് ബി.ജെ.പി. രംഗത്ത്. കഴിഞ്ഞ വർഷം ഡിസംബറിലെ പാർലമെന്റ് സമ്മേളനം മുതൽ കോൺഗ്രസ് നേതാവ് രാഹുലിന്റെ വിദേശയാത്രകൾ ചർച്ചാ വിഷയമാണ്. രാജ്യത്ത് പല പ്രധാന സംഭവങ്ങൾ നടക്കുമ്പോഴും വിദേശയാത്രകളിലാണ് രാഹുൽ ഗാന്ധി. എന്നാൽ ഈ വിദേശയാത്രകളിലെല്ലാം ഇന്ത്യ വിരുദ്ധ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യാത്രകളിലെല്ലാം ഒരു ദുരൂഹത ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതിനെതിരെ ചോദ്യമുയർത്തിയാണ് ബി.ജെ.പി. രംഗത്തെത്തിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് വിരുദ്ധമായ നിരവധി പ്രധാന ബില്ലുകൾ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും ശീതകാല സമ്മേളനത്തിന്റെ മധ്യത്തിൽ അദ്ദേഹം ജർമ്മനിയിലേക്ക് പോയി. ഇപ്പോൾ അദ്ദേഹം പെട്ടെന്ന് വിയറ്റ്നാമിലേക്ക് പോയി എന്ന വാർത്ത പുറത്തു വന്നതോടെ അദ്ദേഹത്തിന്റെ വിദേശയാത്രകളെ ചോദ്യം ചെയ്യുകയും കോൺഗ്രസ് പാർട്ടിയോട് മൂർച്ചയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തുകൊണ്ട് ബി.ജെ.പി. രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വിയറ്റ്നാം യാത്രയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾക്കിടയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പോലും അദ്ദേഹത്തെ ഒരു സ്കൂൾ പരിപാടിയിലേക്ക് ക്ഷണിക്കേണ്ട ആവശ്യമില്ലെന്ന് കരുതുമ്പോൾ വിദേശ സർവകലാശാലകളിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുന്ന ആളുകൾ ആരാണെന്ന് ബി.ജെ.പി. കോൺഗ്രസിനോട് ചോദിച്ചു. വാസ്തവത്തിൽ ദില്ലി കലാപത്തിലെ പ്രതിയായ ഉമർ ഖലീദിനെ തടവിലാക്കിയതുമായി ബന്ധപ്പെട്ട് ചില അമേരിക്കൻ എംപിമാർ ഇന്ത്യക്ക് കത്തെഴുതിയ രീതി ബി.ജെ.പി. കൂടുതൽ രോക്ഷാകുലരാക്കുന്നുണ്ട്. കാരണം അവരിൽ ഇന്ത്യ വിരുദ്ധരും ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ രാഹുൽ വിദേശയാത്രയ്ക്കിടെ ഇവരുമായി കണ്ടുമുട്ടിയതായി ആരോപിക്കപ്പെടുന്നവരുമുണ്ട്. അതേസമയം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിദേശയാത്രകൾ നടത്തിയ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി തന്റെ യാത്രകളിൽ ഇന്ത്യക്കെതിരെ വിഷം വമിച്ചതിന് കുപ്രസിദ്ധമായി. മലേഷ്യ, കൊളംബിയ, ജർമ്മനി എന്നിവയ്ക്ക് ശേഷം അദ്ദേഹം ഇപ്പോൾ വിയറ്റ്നാമിലേക്ക് പോയിരിക്കുന്നുവെന്ന് ബി.ജെ.പി. എംപിയും പാർട്ടി ദേശീയ വക്താവുമായ സുധാൻഷു ത്രിവേദി ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ട ഒരു വീഡിയോയിൽ പറഞ്ഞു. മുമ്പത്തെ പോലെ വിദേശയാത്രകളിൽ രാജ്യം വീണ്ടും ഇന്ത്യ വിരുദ്ധ വ്യക്തികളുമായുള്ള കൂടിക്കാഴ്ചകൾക്കും ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾക്കും സാക്ഷ്യം വഹിക്കുമെന്നും അദ്ദേഹം ആരോപിച്ചു. കൂടാതെ സുരക്ഷാ വീഴ്ച ആരോപണത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി CRPF കഴിഞ്ഞ വർഷം രംഗത്തെത്തിയിരുന്നു. രാഹുൽ ഗാന്ധി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു CRPF DG കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് കത്തെഴുതിയത്. മുൻകൂട്ടി അറിയിക്കാതെ വിദേശയാത്ര നടത്തുന്നുവെന്നും രാഹുൽ ഗാന്ധിക്കെതിരായ പരാതിയിൽ പറയുന്നുണ്ടായിരുന്നു. മലേഷ്യൻ സന്ദർശനത്തിനിടെയുള്ള പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങൾ ബി.ജെ.പി. നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിൽ കോൺഗ്രസ് നേതൃത്വം രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. Z+ സുരക്ഷയുള്ള രാഹുലിന്റെ ചിത്രങ്ങൾ എങ്ങനെ പിന്തുടർന്നെടുക്കുന്നു എന്നതിന് ചോദ്യവും ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും CRPF DG കത്തയച്ചത്. 10ലേറെ സായുധ കമാൻഡോകൾ രാഹുലിനൊപ്പമുണ്ട്. രാഹുൽ സന്ദർശിക്കേണ്ട സ്ഥലങ്ങളുടെ മുൻകൂർ നിരീക്ഷണം അടക്കം CRPFന്റെ ചുമതലയാണ്. വിദേശ സന്ദർശനങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയിപ്പ് നൽകുന്നില്ല. സ്വദേശത്ത് അപ്രതീക്ഷിതമായി ചില സന്ദർശനങ്ങൾ നടത്തുന്നു. ബീഹാറിലെ വോട്ടവകാശ യാത്രയിലും മറ്റും രാഹുൽ അപ്രതീക്ഷിത സ്ഥലങ്ങളിൽ ഇറങ്ങിയതും ആൾക്കൂട്ടത്തിനിടയിലേക്ക് കടന്നതും കണക്കിലെടുത്താണ് മുന്നറിയിപ്പെന്നും CRPF പറഞ്ഞിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.